അമ്പലത്തിൽ പോയതല്ലേ? സുന്ദരിയായിട്ടുണ്ടല്ലോ. ആ ചേച്ചി, ഞാൻ അമ്പലത്തിൽ പോയതാണേ. പുതിയ വാടകക്കാരൻ വന്നു പറഞ്ഞു. ആ, പുതിയ വാടകക്കാരനൊക്കെ വന്നു. ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ. എടി, ഇന്നലെ രാത്രി എന്താ അവിടെ ഒരു ബഹളം കേട്ടെ? ആ, ഇന്നലെ പുതിയ വാടകക്കാരനെ കാണിച്ചു തന്ന അവള് ജല്ലിക്കൊടെ. അപ്പിന്റെ അവിടെ ഒരു പെണ്ണ് നടക്കണം. എന്റെ ചേച്ചി പറയണ്ട, എന്തോ അട്ടഹാസം ചിരിയായിരുന്നറിയോ. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ ഈ തോന്നിയതാണോ അതോ ശരിക്കും ഉണ്ടായതാണോന്ന് അറിയില്ല ചേച്ചി. ഭയങ്കര പേടിയായിപ്പോയി. ആ പെണ്ണിന് പനി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തിരുമേനെ കണ്ടെന്ന് ചരട് വാങ്ങിച്ചിട്ട് വരിക. ഞാനും കെട്ടി വരണം. അയ്യോ ചേച്ചി, പറ്റുന്നില്ല. ഇതുപോലൊരവസ്ഥ ആദ്യമായിട്ടാ. പോട്ടെ ചേച്ചി, എന്നാ പെണ്ണാടെ ഒറ്റയ്ക്ക് ഇരിക്കുക. ശരിയെന്നാ. ആ, അയ്യോ ചേച്ചി, തെറ്റായി പോയോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇത് പെണ്ണെ ഇങ്ങനെ ഓടാതെ വീഴും. എല്ലാം കൂടി എന്നെ ഓടിപ്പിക്കുക. നീ ഇവിടത്തെ എന്താണാവോ? അവിടെ നീ വെച്ചിട്ട് നിൽക്ക്, കഞ്ഞളം തരഞ്ഞ. ഹലോ, ഇങ്ങോട്ട് ഇവിടെ നോക്ക്. ആ ഉണ്ടക്കണം നടക്കാമോ? മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ആരാ? ഞാൻ അപ്പുറത്തെ വീട്ടിൽ പുതുതായി വാടകയ്ക്കുന്ന സ്കൂൾ മാഷാണ്. അപ്പൊ നിങ്ങളാണല്ലേ എന്റെ കൊച്ചിനെ നേരെ പേടിപ്പിക്കാൻ നോക്കിയത്? അയ്യോ, അത് മോളായിരുന്നു. ഇത്രക്ക് വലിയ മോളുടെ അമ്മയാണ് നിങ്ങളൊന്നും കണ്ടേ പറയില്ലല്ലോ. ഒന്ന് പോടും. തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. രണ്ടിനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. ആ, അങ്ങനെ വരട്ടെ. അപ്പോ രാവിലെ തന്നെ സാറ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ വന്നേക്കല്ലേ? അല്ല, ഞാൻ അറിയാൻ മേലാന്ന് ചോദിക്കാണ്. ഈ രാത്രിയാണ് 2 ഫാൻസി ഡ്രസ് നടത്തുന്നത്. ദേ, കളിക്കാൻ നിൽക്കല്ലേ. നല്ല ഉശിരുള്ള പട്ടിന്റെ ഇവിടെ അഴിച്ചിടും ഞാൻ. ഓ, പിന്നെ ഒരു പട്ടി. രാത്രിയാകുമ്പോ രണ്ടും ഇറങ്ങിക്കോളും വെള്ള സാരി ചുറ്റി മനുഷ്യനെ മെനക്കെടുത്താൻ. അതെ, ഒന്ന് പോടും. ആ, ഞാൻ പോകുന്നു. പോലീസ് ഒന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാൽ മതി. ആ, അത് ഞാൻ പറഞ്ഞേക്കാം. താനാണ് പാതിരാത്രി ഇതിലെല്ലാം വെള്ളസാരി എടുത്ത് മനുഷ്യന്മാരെ പേടിപ്പിക്കുന്നത്. കേട്ടോടാ? ഏയ്, ഞാനൊന്നുമില്ല. ഇത് നിങ്ങൾ തന്നെയായിരിക്കും. ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയായിരിക്കും. ഇയാൾക്ക് കേസ് കൊടുക്കും. രാവിലെ ഓരോന്ന് കേറി വരും. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ വേണ്ടി. ചേച്ചി, ഞാനിന്നലെ പറഞ്ഞില്ലേ ഗന്ധർവൻ. നീ ഇങ്ങോട്ട് വന്നേ. അത് പ്രേതം ഗന്ധർവനൊന്നല്ല. അത് അപ്പുറത്ത് താമസിക്കാൻ ഒരു സ്കൂൾ മാഷാണ്. ഓ, ആണോ? ഒരു ഗന്ധർവൻ.